നമസ്കാരം, അടിപൊളി ലോകത്തിലേക്ക് സ്വാഗതം. അവനവന്റെ മുണ്ടും ഷർട്ടും അവനവൻ തന്നെ അലക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അനുസരണയുള്ള ഒരു ഇന്ത്യൻ പൗര ആയതുകൊണ്ട് ആ പെൺകുഞ്ഞ് അതിന്റെ ഉടുപ്പെല്ലാം സ്വന്തമായി അലക്കുക. അലക്കല്ലി കൈ എത്തുന്നില്ല, എന്നിട്ടും തുണിയൊക്കെ വീശി അടിച്ചാണ് അലക്കുന്നത്. എന്താ അല്ലേ, കണ്ടു പഠിക്കി. ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത്? അവനവന്റെ മുണ്ടും ഷർട്ടും ജഡ്ഡിയും അവനവൻ തന്നെ അലക്കണം, മനസ്സിലായ? മുതുക്കന്മാരായിട്ടും സ്വന്തം തുണിയെല്ലാം അമ്മയെ കൊണ്ട് അലക്കിക്കുന്ന നാട്ടിലാ ഇതൊക്കെ. എന്നും ഒരേപോലെ കാര്യങ്ങൾ ചെയ്ത എന്തോ അതിലൊരു ത്രില്ലില്ല. അതുകൊണ്ട് എല്ലാരും ഫ്രീ സ്റ്റൈൽ പിടിച്ചപ്പോ പുള്ളി ബാക്ക് സ്ട്രോക്ക് പിടിച്ചു. തവളയ്ക്കും ഇല്ലേ ആഗ്രഹങ്ങള്? ഈ ഗ്രൗണ്ടിൽ ഒരുത്തനെങ്കിലും ഫുട്ബോൾ കളിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഒരു മുട്ടനാടിന്റെ വെല്ലുവിളിയാ. ആരോ അവനെ കയറൂരി വിട്ടേക്കുക. ഒരൊറ്റ പയ്യനെ ഗ്രൗണ്ടിൽ ഇറക്കുന്നില്ല. എന്തോ ദേഷ്യമുണ്ട്. അതാ മുഖം കൊണ്ട് ഇങ്ങനെ ഗോഷ്ഠികൾ കാണിക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? എന്നാ എനിക്ക് പറ്റും. ദാ കണ്ടു. നമ്മൾ മനുഷ്യന്മാർക്കും പട്ടികൾക്കും മാത്രം മതിയോ ഈ ബർത്ത്ഡേ പാർട്ടിയൊക്കെ? ചൈനയിലെ ഒരു സൂവിൽ 8ാം പിറന്നാൾ ആഘോഷിക്കുവാണ് നമ്മുടെ പാവം വാൽറസ്. അയ്യോടാ ക്യൂട്ടി. ഈ സീലിനോട് സാമ്യമുള്ളൊരു ജീവിയാണ് മലയാളത്തിൽ നീർക്കുതിര എന്നും പറയും. സൂവിലെ ജീവനക്കാരെല്ലാം കൂടി ബർത്ത്ഡേ ബേബിക്ക് എന്താ കൊടുത്തതെന്നറിയാമോ? ഫിഷ് കേക്ക്. നല്ല കാര്യം, അവര് ആഘോഷിക്കട്ടെ. നിന്നെ ഞാൻ ഇന്ന് നീ എന്നെ താഴ്ത്തിക്ക് വലിച്ചിടൂല്ലടാ. പാവക്കുട്ടിയാന്ന് വിചാരിച്ചു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മുടെ പട്ടിക്കുട്ടിയുടെ തോളിക്കാർ ഒരു പ്രത്യേക സുഖ. അതിനെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുക. അതിന് മിണ്ടാൻ പറ്റിയിരുന്നെങ്കിൽ അത് പറഞ്ഞേനെ. ദയവ് ചെയ്ത് ഇങ്ങനെ സ്നേഹിക്കരുതേ എന്ന്. അങ്ങോട്ട് നോക്ക്, അതൊക്കെയാണ് ഈ എൻജോയ്മെന്റ്. പയ്യന്മാരെ കുറച്ചങ്ങോട്ട് മാറി നിൽക്കൂ. ആ കൈലിയൊക്കെ ഉടുത്ത് ആഹാ, പഴയ വൈബൻ. സോറി, സ്റ്റിൽ വൈബൻ. അപ്പൊ ശരി, അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.